ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ള ചെറിയൊരു വ്ളോഗായിട്ടാണ് കേട്ടോ. അപ്പോൾ രാവിലെ എണീറ്റപ്പോൾ മുമ്പ് പറയാം നമുക്ക് മൂത്തവാടെ വീട്ടിൽ പോകുന്നത്. അപ്പോൾ ഞാൻ പെട്ടെന്ന് വീട്ടിൽ തൊട്ടടുത്തോട്ട് പെട്ടെന്ന് പോകാൻ വേണ്ടി ഇറങ്ങി. അപ്പോൾ ആ കാണുന്ന റബ്ബർ ഗാർഡന് തൊട്ടടുത്തോട്ട് നമ്മളെ വീട് നമ്മൾ ഇറങ്ങി വന്നത്. അപ്പോൾ ഞാൻ പോകുമ്പോൾ വെള്ളം കുൽഫിയും സിപ്പപ്പും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എന്താ പറയുക, പോണ വഴിയിൽ പാടും ചെറിയൊരു കുളമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഷൂട്ട് ചെയ്തിട്ട് അങ്ങനെ പോയി. പിന്നെ നേരെ വീട്ടിലോട്ട് തന്നെ വന്നിട്ടാണ്. അവിടെ പോയപ്പോൾ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ലേ. ഈ കാണാൻ നമ്മുടെ വീട് റബ്ബറും കാട് കഴിഞ്ഞ് നമ്മളെ വീട്ടിലെത്തി. ഞാൻ വീട്ടിലേക്ക് വന്നപ്പോൾ അതിന് ജ്യൂസ് അടിച്ച് കുടിച്ച് ഭയങ്കര വെയിലായിരുന്നു കേട്ടോ. അപ്പോൾ അമ്മ പറഞ്ഞ് നമുക്ക് സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി ചങ്ങരകുളത്തേക്ക് പോകാമെന്ന്. അപ്പോൾ ഞങ്ങൾ മേലേക്ക് പാല് കാച്ച വീഡിയോ നിങ്ങൾ കണ്ടില്ലേ. അപ്പോൾ അതിൻ്റെ തലേ ദിവസത്തെ വ്ളോഗാട്ടോ ഇത്. ഞാൻ പെട്ടെന്ന് ഫുഡൊക്കെ കഴിച്ചു ചങ്ങരകുളത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് കേട്ടോ. അങ്ങനെ ഉമ്മ പറഞ്ഞു ബേക്കറി ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്, അപ്പോൾ ബേക്കറി വാങ്ങിക്കുക, പിന്നെ കിച്ചണിക്ക് കുറച്ച് പാത്രങ്ങളൊക്കെ വാങ്ങിക്കുക വിചാരിച്ചു. അതായത് ബോട്ടിൽ മറ്റേ പൗഡറൊക്കെ ഇടാൻ പറ്റും, മല്ലിമഞ്ഞൾ അങ്ങനെയൊക്കെ ഇടാനുള്ള ബോട്ടിൽ, പിന്നെ പാത്രമൊക്കെ എടുത്ത് വെക്കാനുള്ള സ്റ്റാൻഡ്, ഗ്ലാസ്, അങ്ങനെ പല സാധനങ്ങൾ വാങ്ങിക്കാണ്ടായിരുന്നു. സ്റ്റൗവ് അങ്ങനെയൊക്കെ ഇടാം. താഴത്തുള്ളതൊന്നും നമ്മൾ മേലേക്ക് കൊണ്ടുപോകണില്ല. താഴത്തും മേലുള്ള അങ്ങനെ കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ഞാൻ ഡ്രസ്സ് മാറ്റാൻ വേണ്ടി നിന്ന്. ഇതൊക്കെ ഞാൻ പോകുമ്പോൾ ഇടാനുള്ള ഔട്ട്ഫിറ്റ്. പിന്നെ ഞാൻ ഡ്രസ്സൊക്കെ മാറ്റി ബത്തുവിനെ ഒരുക്കി കൊടുത്തിട്ടോ. ബത്തുപ്പോൾ കണ്ണൊന്നും എഴുതാറില്ല, അവൾ ഭയങ്കര വാശിയാണ്, ഒന്നിനും സമ്മതിക്കില്ല. പിന്നെ ഞാൻ അവളെ ഇഷ്ടത്തിൽ അങ്ങനെ വിടും, ഒന്നും നിർബന്ധിക്കാറൊന്നുമില്ല. അവളൊക്കെ എന്താണ് ഇഷ്ടം അതിനനുസരിച്ച് നിൽക്കും. ഫുഡ് കഴിക്കുന്ന കാര്യത്തിൽ മാത്രമുള്ള അവളുടെ പിന്നാലെ നടക്കുന്നത്, ബാക്കിയൊക്കെ അവളെ ഇഷ്ടം. അങ്ങനെ പിന്നെ ഞാൻ പോകാൻ വേണ്ടി മേലേക്ക് കയറുക കേട്ടോ. അപ്പോൾ ഉമ്മാനെയൊക്കെ റെഡി ആയിട്ട് ഉമ്മ എന്നെയും വെയിറ്റ് ചെയ്ത് നിൽക്കുക. അപ്പോൾ മൊത്തം ഒറ്റയ്ക്ക് കട്ടിൽ വന്ന് നിലത്തേക്ക് ഇറങ്ങുകയൊക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതാ ബസ് വരാൻ വേണ്ടിയിട്ടുള്ള നേരമായി. അപ്പോൾ ഞാനിതാ റോട്ടിലേക്ക് നടക്കുകയാണ്. അധികം പോകാനുള്ള ദൂരമൊന്നുമില്ല കേട്ടോ റോട്ടിലേക്ക്. വീടിൻ്റെ അവിടുന്ന് 2 അടി നടന്ന റോഡായി. പക്ഷെ നമ്മളെപ്പോഴും നേരം വഴുകും. ബസ് വരുന്ന ആ ഒരു കറക്റ്റ് ടൈമിലാവും നമ്മളെത്തുക. എപ്പോഴും അങ്ങനെ തന്നെയാണ് കേട്ടോ. ഞാൻ എപ്പോഴും വിചാരിക്കും ബസ് വരുന്ന ആ ഒരു ടൈമിൽ വീഡിയോ ഒക്കെ എടുക്കും, പക്ഷെ അത് സംഭവിക്കാറില്ല. അവിടെ എത്തുമ്പോഴേക്കും ബസ് വന്നിട്ടുണ്ടാവും. ബസ് കാണുമ്പോഴാവും നമ്മൾ റോഡ് ക്ലോസ് ചെയ്ത് അപ്പുറത്തേക്ക് നടക്കുക. അതുവരെ നമ്മളവിടെ എത്തിയിട്ടുണ്ടാവില്ല. അങ്ങനെ ഉമ്മയും പത്തും ബാക്കിൽ നിന്ന് വരുന്നുണ്ട് കേട്ടോ. ഞാൻ വോയിസ് കൊടുക്കുന്നത് നൈറ്റാണേ. നാളെ ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാം അങ്ങനെ കേട്ടോ. അങ്ങനെ ഇതാ ചങ്ങരകുളത്തേക്ക് പോയോണ്ടിരിക്കുകയാണ്. ബസ് കയറാൻ വേണ്ടി പോയോണ്ടിരിക്കുകയാണ്. എന്നിട്ട് ബസ്സിൽ കയറി കേട്ടോ. ഉമ്മയും പത്തും ഈ ഫ്രണ്ടിലത്തെ സീറ്റിലായിരുന്നു, ഞാൻ ബാക്കിലായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇതേ ചങ്ങരകുളത്തേക്ക് പോകുകയാണ്. അങ്ങനെ പിന്നെ എനിക്ക് മീറ്റിംഗ് ചലഞ്ചിനുള്ള മിഠായി വാങ്ങിക്കാനുണ്ടായിരുന്നു. നിങ്ങൾ കണ്ടില്ലേ ഷോർട്ടിൽ വീഡിയോ. കാണാത്തവരായി ഈ വീഡിയോ ഒക്കെ കാണണേ. ഞാൻ പാല് കാച്ചുന്ന വീഡിയോ ഇതൊക്കെ ഇട്ടിട്ടുണ്ട്. അങ്ങനെ ചങ്ങരകുളത്ത് എത്തി. ഇതാണ് ഷോപ്പ്. നമ്മൾ ഇവിടെ നിന്ന് കേട്ടോ പാത്രങ്ങളൊക്കെ വാങ്ങിക്കാറ്. ഇത് സ്റ്റീലിൻ്റേതായിട്ടുള്ളൊരു ഷോപ്പാണ്. അങ്ങനെ ഞാൻ ഇവിടുന്ന് സ്റ്റവ്, പിന്നെ അതുപോലെ ഗ്ലാസ്, ബോട്ടിൽ, പിന്നെ ബ്രഷില്ലേ ബാത്റൂം കഴുകുക, അങ്ങനെ അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. ഈ പാത്രം വയ്ക്കുന്ന സ്റ്റാൻഡ് ഇതൊക്കെ വാങ്ങിച്ച്. പിന്നെ ബത്ത് കരയാൻ തുടങ്ങി കേട്ടോ. എല്ലാതും അവൾക്ക് കിട്ടണം, വാശി പിടിക്കാൻ തുടങ്ങി. പിന്നെ അവളെ പിടിച്ചാൽ കിട്ടാതായി. ഒന്നും നമുക്ക് എടുക്കാനും പിടിക്കാനൊന്നും സമ്മതിക്കുന്നില്ല. അങ്ങനെ പിന്നെ നമ്മൾ ഇതൊക്കെ വാങ്ങിച്ചത് കേട്ടോ. പിന്നെ നമ്മൾ ബില്ല് ചെയ്യുന്ന സമയത്ത് ഫുള്ള് എടുക്കാൻ മറന്നിട്ടോ. വീട്ടിലെത്തിയതിന് ശേഷമാണ് ഞെട്ടാൻ തുടങ്ങിയത്. അതുവരെ നമ്മൾ വിചാരിച്ചിട്ട് എല്ലാം എടുത്തിക്കണമെന്ന്. നമ്മളത് ബില്ലിട്ടിട്ട് അവിടെ വെക്കുമ്പോഴേക്കും ബേക്കറി കടയിൽ വന്നിട്ട് ഇങ്ങനെ ലൈമും പപ്സും ബർഗറൊക്കെ വാങ്ങിച്ച് അതൊക്കെ കഴിച്ച്, പിന്നെ വീട്ടിലേക്കുള്ള ബേക്കറിയൊക്കെ വാങ്ങിച്ച് അവരോട് അത് ബില്ലാക്കിയിട്ട് കവറിലാക്കാൻ പറഞ്ഞു. അതുണ്ടായത് എന്തൊക്കെയാണ് അവരെടുത്ത് വെച്ച് നമ്മൾ അറിയുകയും ചെയ്തില്ല. നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് എത്തുമ്പോഴേക്കും അവരെ കവറിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മളതെടുത്ത് വീട്ടിലേക്ക് വരികയും ചെയ്തു. വീട്ടിലെത്തിയപ്പോൾ ഒന്നും ഉണ്ടായിരുന്നില്ല, പകുതി സാധനം ഷോപ്പിൽ തന്നെയായിരുന്നു. അങ്ങനെ ഞാൻ ഭത്തുവിനും ഉമ്മാനെയും ഷോപ്പിലാക്കിയിട്ട് ഓട്ടോ വിളിക്കാൻ പോയി. ഇനി തിരിച്ച് ബസ് ഒരു 6:30 ആവും. അപ്പം എന്തിന് ലേറ്റാവും ചെയ്യും. പിന്നെ ഇതൊക്കെ ആയിട്ട് ബസ്സിന് പോകാനും പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ ഓട്ടോ വിളിച്ചിട്ട് ഇവരെ 2 ആളെയും എടുത്ത് വീട്ടിലോട്ട് പോകുക കേട്ടോ. പിന്നെ വീട്ടിലോട്ട് പോവുക.
അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. പിന്നെ പോണ വഴി ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സൺറൈസ് ഹോസ്പിറ്റലിൻ്റെ ആ ഭാഗം കേട്ടോ അത്, ചങ്ങരംകുളത്ത്. പിന്നെ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻസൊക്കെ അറിയിക്കുക. ആരും സബ്സ്ക്രൈബ് ചെയ്യണില്ല കേട്ടോ, എല്ലാവരും വാച്ച് ചെയ്യുന്നുണ്ട് പക്ഷെ സബ്സ്ക്രൈബ് ചെയ്യണില്ല. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.